ഒരു വർഷം കൂടി നമ്മളെ എല്ലാവരെയും വിട്ട് കടന്നു പോകുന്നു. നാളെ പുതിയൊരു വർഷത്തിലേക്ക് നാം എല്ലാവരും പ്രവേശിക്കുകയാണ്. കഴിഞ്ഞു പോയ വർഷത്തിൽ എന്തെല്ലാം സംഭവിച്ചു എന്നെല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളെല്ലാം പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കും പുതിയ വർഷമാകുമ്പോൾ. പക്ഷെങ്കിൽ മിക്കവരുടെയും കാര്യത്തിൽ അതൊന്നും നടപ്പാകാറില്ല. ഒരാഴ്ച അതിന് ആയുസ് കാണത്തുള്ളൂ. പിന്നെയും പഴയപടി തന്നെ. ആർക്കും സ്ഥായിയായ സ്വഭാവം മാറ്റാൻ പറ്റില്ല. പുതിയ വർഷമാകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നെല്ലാവരും തീരുമാനിക്കും. പക്ഷേ അതെല്ലാം പൊളിയായ തീരുമാനങ്ങളാണ്. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ പേർ, അതായത് ഈ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ പേർ നമ്മളെ വിട്ട് കടന്നുപോയി. നമ്മുടെ എല്ലാവരുടെയും കാര്യം ഇതുപോലെ തന്നെയാണ്. പക്ഷെ നാം അതൊന്നും ഓർക്കാറില്ല. ജീവിച്ചിരിക്കുമ്പോൾ വാശിയും വൈരാഗ്യവും പണക്കാരനും പാമരനും എന്നുള്ള വ്യത്യാസവും ഇതെല്ലാം നമുക്ക് എല്ലാവരുടെയും ഇടയിലുണ്ട്. ആരോഗ്യപരമായിട്ടിരിക്കുമ്പോൾ നാം സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ നമ്മളെ അടക്കി, അല്ലെങ്കിൽ ആ കിടക്കുന്നിടത്ത് തന്നെ കിടന്ന് ചീഞ്ഞു നാറും. ഇതൊന്നും ആരും ഓർക്കാറില്ല. നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒന്നിച്ച് കിടക്കേണ്ടവരാണെന്ന കാര്യവും നമ്മൾ ഓർക്കാറില്ല. പുതിയ വർഷത്തിൽ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, മനുഷ്യരിലും സമൂഹത്തിലും. അത് എത്രത്തോളം നടപ്പാകുമെന്ന് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഓരോ വർഷം നമുക്ക് ലഭിക്കുമ്പോൾ, ഓരോ പുതിയ ആയുസ് കൂടി ദൈവം നമുക്ക് തരുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം. അതാണ് നമുക്ക് ഏറ്റവും ബലം. നന്ദിയുള്ളവരായിരിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.